2026 എന്ന് പറയുന്നത് മാർവലിന് വലിയ 2 റിലീസുകളുള്ള വർഷമാണ്. മെയ് 1 ഡൂംസ്ഡേ റിലീസാകും. ജൂലൈ 24 സ്പൈഡർമാൻ 4 റിലീസാകും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്പൈഡർമാൻ 4നെ പറ്റിയിട്ടായിരിക്കും സംസാരിക്കുന്നത്. ആക്ച്വലി ഈ 2 സിനിമയും തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇനിഷ്യൽ സ്റ്റേജിൽ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ 4 പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു സ്ട്രീറ്റ് സിനിമയായിട്ട് അവർ ഹെൽസ് കിച്ചനും ഡെയർ ഡെവിളും കിങ് പിന്നും ഒക്കെ ആയിട്ടുള്ള ആ ഒരു സാധനം, ഒരു ചെറിയ സാധനമാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ ഡൂംസ്ഡേ എന്ന് പറയുന്നൊരു സിനിമ വന്നതിന് ശേഷം ഇതിനൊരു മൾട്ടിവേഴ്സൽ സിനിമയാക്കാനായിട്ടാണ് ഇവർ പ്ലാൻ ചെയ്തത്. അപ്പം സിനിമ ഡയറക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഡയറക്ടറെ പിക്ക് ചെയ്യുന്ന സമയത്ത് ജോൺ വാട്സിനെ തന്നെയാണ് വീണ്ടും പിക്ക് ചെയ്യുന്നത്. ടോം ഹോളണ്ടിൻ്റെ 3 സിനിമകളും ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറാണ്. 3 സിനിമയും സക്സസ് ആണ് എന്നുള്ളതാണ്. 3ഉം ഭയങ്കര സക്സസ് ആയിരുന്നു. ഇപ്പം ആ ഒരു ഹോം കമ്മിങ് ആണെങ്കിൽ തന്നെ അതൊരു സിമ്പിൾ സിനിമയായിട്ട് എടുക്കുന്നു. ആ ഒരു ഡിഫിക്കൽറ്റി കൂടിക്കൂടി വരികയാണ്. സെക്കൻഡ് സിനിമ ഫാർ ഫ്രം ഹോം ആവുന്ന സമയത്ത് കുറച്ചും കൂടെ സ്റ്റോറി കോംപ്ലിക്കേറ്റഡ് ആവുന്നു. ആ വില്ലൻ്റെ ആ ഒരു ലെവൽ വലുതാവുന്നു. നോവേ ഹോമായ സമയത്ത് എൻ്റെ ആ ഒരു ടൈം ലൈനെ മെസ്സപ്പ് ചെയ്തിട്ടൊക്കെയാണ് സിനിമ നിർത്തിയത്. അതൊരു മൾട്ടിവേഴ്സൽ സിനിമയായിരുന്നു. അതൊരു എക്സംഷണൽ സിനിമ, അല്ലെങ്കിൽ ഒരു കംബാക്ക്, മാർവലിൻ്റെ കംബാക്ക് എന്നൊക്കെ വേണമെങ്കിൽ ആ ഒരു സിനിമ പറയാമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു 4ാമത്തെ സിനിമ വരുന്ന സമയത്ത് ഈ ഡൂംസ്ഡേ എന്ന് പറയുന്ന സിനിമയിൽ പീറ്റർ പാർക്കറിന് ഒരു ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പീറ്റർ അല്ലെങ്കിൽ സ്പൈഡർമാൻ അവഞ്ചേഴ്സിൽ ഇല്ലല്ലോ. അതായത് നോവേ ഹോമിൻ്റെ സമയത്ത് പുള്ളിയെ എല്ലാവരും മറന്നു പോകുന്നു, അവഞ്ചേഴ്സിലില്ല. അങ്ങനെ ഒരു ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ പീറ്റർ പാർക്കർ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ 2 പേരായിരുന്നു, അല്ലെങ്കിൽ 3 പേരായിരുന്നു. ഒന്ന് ടോണി സ്റ്റാർക്ക്, ആൻമേ, MJ. അപ്പോൾ ഇവർ 3 പേരെ നഷ്ടപ്പെടുന്നു. ഇപ്പം അവരെ മെമ്മറി വൈപ്പായ സമയത്ത് MJ മറന്നു പോകുന്നു, ബാക്കി 2 പേര് മരിച്ചു പോകുന്നു. ആ ഒരു ലോൺലി ക്യാരക്ടർ. അപ്പം കുറേ റൂമറുകൾ വന്നതിനകത്ത് വെനമുണ്ട്. ആ ഒരു ഡാർക്ക് സ്യൂട്ട്, സ്പൈഡർമാൻ്റെ ഒരു ഡാർക്ക് സ്യൂട്ട് ഇന്നർ ഡീമൻസിനെ ഫൈറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈഡർമാൻ 4ൻ്റെ ഇവൻറ്റ്സ് നടക്കാനായിട്ട് പോകുന്നത് ഡൂംസ്ഡേ എന്ന് പറയുന്ന സിനിമയുടെ ഇവൻറ്റ്സ് നടന്നതിന് ശേഷമുള്ള ഒരു ഇവൻറ്റ്സ് ആയിരിക്കും ഈ ഒരു സിനിമയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഡൂംസ്ഡേയിൽ അങ്ങനെയാണെങ്കിൽ പീറ്ററിനെ, സ്പൈഡർമാനെ ഒബ്വിയസ്ലി അവഞ്ചേഴ്സിൻ്റെ സൈഡിൽ കാണിച്ചേ പറ്റുള്ളൂ. ഇപ്പം ഡൂംസ്ഡേ ഡോക്ടർ ഡൂമിനെ കാണിക്കാനായിട്ട് പോകുന്നത് ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്പിലാണെന്ന് പറയുന്നുണ്ട്. ഒരു ക്രെഡിറ്റ് സീനിൽ എന്തോ കാണിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ അവഞ്ചേഴ്സിലേക്ക് ഒരു റീ എൻട്രി കൊടുക്കും ജോൺ വാട്സ് എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. കാരണം സ്പൈഡർമാൻ എന്നുള്ള ക്യാരക്ടറിനെ, അല്ലെങ്കിൽ അത് പീറ്റർ ആണ് എന്ന് ആർക്കും അറിയില്ല, സ്പൈഡർമാൻ എന്നുള്ള ആ ഒരു ക്യാരക്ടറിനെ മറന്നുപോയെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സമയത്ത് എങ്ങനെ ആ ഒരു അവഞ്ചേഴ്സിലേക്ക് റീ എൻട്രി കൊടുക്കും? ഈവൻ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പീറ്റർ ആണ് സ്പൈഡർമാൻ എന്നറിയാവുന്ന ഒരേ ഒരാൾ ആ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ടുള്ള ഫ്രൈഡേ ആണ്. പിന്നെ അവർ ഈടുത്തെന്ന് പറയുന്നുണ്ട്, അതൊക്കെ മറ്റേ നോവേ ഹോമിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഫ്രൈഡേ എന്ന് പറയുന്ന ആ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഞങ്ങൾക്ക് ഓർമ്മയാണ്. പിന്നെ വിഷൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ വിഷൻ മറന്നു പോയില്ലായിരുന്നു, പക്ഷേ വിഷനൊക്കെ പോയി. ഇനി എങ്ങനെ ഒരു റീ എൻട്രി കൊടുക്കും എന്നുള്ളത് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള സാധനമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ സ്പൈഡർമാൻ എന്നുള്ള ഇവൻറ്റ്സ് വരാനായിട്ട് പോകുന്നത്. സെൻഡേയ ഇതിനകത്ത് സൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം MJക്കും ഇതിനകത്ത് റോൾ ഉണ്ടെന്ന് പറയുന്നു. ഇതൊരു മൾട്ടിവേഴ്സൽ സിനിമയാണ്, അതുകൊണ്ട് തന്നെ ബാക്കി യൂണിവേഴ്സിലെ സ്പൈഡർമാൻ, ഈവൻ മൈൽസ് മൊറാലസിനെ ഇതിനകത്ത് കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട്. മൈൽസിനെ ഇതുവരെ എവിടെയും ടീസ് ചെയ്തിട്ടില്ല. നമ്മൾ ആ ഒരു സ്പൈഡർമാൻ്റെ ആ ഒരു അനിമേഷൻ സാധനം കണ്ടപ്പോൾ മാത്രമാണ് നമ്മൾ മൈൽസിനെ കണ്ടിട്ടുള്ളത്. അപ്പം ഈ ഒരു സിനിമയിൽ മൈൽസിനെ കാണിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഈ റൂമറാണ്, ഞാൻ ഇപ്പോൾ കറക്റ്റായിട്ട് പറയുന്നില്ല. എന്തായാലും ഒരു മൾട്ടിവേഴ്സൽ സിനിമയാണെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് ആയിട്ട് നിന്നിട്ട്. ഡൂംസ്ഡേ ഡയറക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് റൂസോ ബ്രദേഴ്സാണ്. അപ്പം ഈ 2 സിനിമകൾ തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ്, ജോൺ വാട്സും റൂസോ ബ്രദേഴ്സിൻ്റെ സ്റ്റോറികൾ എങ്ങനെ സിങ്ക് ആകും? ഇത് കഴിഞ്ഞിട്ട് വരാനായിട്ട് പോകുന്ന ഇവൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്രട്ട് വാറാണ്. അത് ഈ ഒരു ഫേസിലെ ഇതേപോലെ ഫൈനൽ ലാസ്റ്റ് 1 ആണ്. അപ്പം ഈ ഡൂംസ്ഡേയും സീക്രട്ട് വാറും ഇൻഫിനിറ്റി വാറും എൻഡ് ഗെയിം പോലെ അല്ലെന്നൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെ എങ്ങനെ ഇവർ സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു, എങ്ങനെ ഈ ഒരു സ്റ്റോറിയെ ഫിനിഷ് ചെയ്യുന്നു, ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണ്, സ്പൈഡർമാൻ്റെ ഫ്യൂച്ചർ എന്താണ്, ഇതിനകത്ത് ഇനി വില്ലന്മാരായിട്ട് വരം വരുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ കണ്ട സിനിസ്റ്റർ 5-നെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, സിനിസ്റ്റർ 7-നെ നമ്മൾ കണ്ടിട്ടുണ്ട് ആക്ച്വലി. അപ്പം അതിന് ശേഷം ഇനി എന്തൊക്കെ ആരെയെങ്കിലും നമ്മൾ ഇതുവരെ അപ്പിയർ ചെയ്യാത്ത വില്ലന്മാർ, സിനിമാറ്റിക് യൂണിവേഴ്സിൽ അപ്പിയർ ചെയ്യാത്ത കോമിക്സിലുള്ള വില്ലന്മാരാരെങ്കിലും ഇതിനകത്ത്
അപ്പിയർ ചെയ്യുന്നുണ്ടോയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈവൻ നൾ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. നള്ള് വരാനുള്ള ചാൻസ് ഉണ്ട്. നള്ള് സ്പൈഡർമാൻ യൂണിവേഴ്സിലാണ്. അപ്പോൾ എന്താണ് എന്നുള്ളത് അറിയാനായിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്, വെയിറ്റിംഗ് ആണ്. ഇതിനെക്കുറിച്ചുള്ള ഓരോ അപ്ഡേറ്റുകളും നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കുകയാണ്. അപ്ഡേറ്റ് വരുന്നതനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. എന്തായാലും സ്പൈഡർമാൻ 4 ഫാൻസ് അല്ലാത്തവരും സ്പൈഡർമാൻ ഫാൻസും എല്ലാവരും കാത്തിരിക്കുന്ന സിനിമയാണ്. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ്, ഏതെങ്കിലും വില്ലന്മാരെ നിങ്ങൾക്ക് കാണണം ഈ ഒരു സിനിമയെന്നുണ്ടെങ്കിൽ, സ്റ്റോറി ഐഡിയാസ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ, ഒരുപാട് വെറൈറ്റി ഐഡിയാസ് നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ഗൈസ്.